ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഒരു പുതിയ സെഗ്മെന്റ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് ഒരു ടൈം ലൈനിൽ. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, അഭിപ്രായം കമന്റിൽ പറയുക. ആൻഡ് അതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം റിയാസിന്റെ വിഷയമാണ്. ജഡ്ജസ് എന്ന നിലയിൽ 3 പേരെ കൊണ്ടുവരുന്നുണ്ട്. 1 അഖിൽ മാരാര്, 2 രഞ്ജിനി ഹരിദാസ്, 3 റിയാസ്. ഈ 3 പേരെയാണ് ജഡ്ജസ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിനോട് ഒരല്പമെങ്കിലും മാന്യത പുലർത്തുകയും അതിന് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കോമൺ സെൻസാണ്. ഒരു റിയാലിറ്റി ഷോയാണ്. മിക്കവാറും ഈ റിയാലിറ്റി ഷോയിൽ എല്ലാ പ്രാവശ്യവും എല്ലാ സീസണിലും ഒരു കേസ് ഫയൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് ബിഗ് ബോസ്. ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ആ ക്രൂ മെമ്പേഴ്സ് അതൊന്ന് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമായിരിക്കാം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ പറയുന്നതായിരിക്കും. വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 പേര് ജഡ്ജസ് ആയിരിക്കുമ്പോൾ 40 പേരടങ്ങുന്ന ഈ കോമണേഴ്സിനെ കൊണ്ടുവരുന്നു. അവരെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ അവരെ വെക്കുന്നു. അതിന് 20 പേരെ ആദ്യം തന്നെ ഔട്ടാക്കുന്നു. ബാക്കി 20 നമ്പേഴ്സിനെ അവിടെ കൊണ്ടുവരുന്നു. ഈ 20 നമ്പേഴ്സിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. 3 ജഡ്ജസിനും അത് ആളുകളെ ചൂസ് ചെയ്യാം. ഈ ചൂസ് ചെയ്യുന്ന സമയത്ത് റിയാസ് ചൂസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ബ്രൗൺ കളറാണെന്നാണ് റിയാസ് പറയുന്നത്. അതായത് അവളെ കോൾ ഔട്ട് ചെയ്യുന്നതാണ്. അവളുടെ പേര് വിളിക്കാതെ, അവളെ ഏതെന്ന് പോലും നോക്കാതെ അവളെ വിളിക്കുന്നത് തന്നെ ഹേ ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ്. ഈ ബ്രൗൺ ഗേൾ എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ എന്ന് ചേർത്തിട്ട് കാര്യമില്ലല്ലോ. അത് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമില്ല. അതെന്തിനാണ് കളർ വെച്ചിട്ട് ആ കുട്ടി അങ്ങനെ വിളിച്ചത് എന്നുള്ളതാണ്. ഇനി ഇതിനകത്തുള്ള അയണി സ്റ്റഫ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമവശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പെൺകുട്ടി അപമാനിക്കപ്പെടുന്നത് കണ്ടാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അതിനെതിരെ പരാതി കൊടുക്കാം. അതായത് എനിക്ക് പരാതി കൊടുക്കാം, കാണുന്ന എല്ലാ ജനങ്ങൾക്കും പരാതി കൊടുക്കാം. കാരണം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് വിവേചനം പാടില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഈ റിയാലിറ്റി ഷോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് അത്രത്തോളം ഹ്യൂജ് ഓഡിയൻസ് ഉള്ള, വൈഡ് ഓഡിയൻസ് ഉള്ള ഒരു ഷോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സാമാന്യ ബോധമോ ഉത്തരവാദിത്വമോ ഇല്ലാതെ റിയാസ് കാണിച്ച ഈ ചെറ്റ പരിപാടി കൊണ്ട് അവൻ മാത്രമല്ല ആ ഷോയ്ക്കും ബാധിക്കുന്ന രീതിയിൽ ഉള്ള കംപ്ലയിൻസ് പോകുന്നതിൽ തർക്കമില്ല. എനിക്കറിയില്ല എത്ര പേര് നോട്ട് ചെയ്തു എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞതിന് ആ ബ്രൗൺ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതും ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഈ പെൺകുട്ടി അതിനുശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ഒരു സെഗ്മെന്റ് ഉണ്ട്. അതായത് എല്ലാവർക്കും അവരവരുടെ ഇൻട്രോ കൊടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെല്ലാവരും ഈ സീസൺ 8 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ എടുക്കാതിരുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമായതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ കാണാൻ പോകുന്നവർക്ക് കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടാകത്തില്ല. ബിക്കോസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ റിയാലിറ്റി ഷോയിലേക്ക്. അവരവിടെ കട്ട് ഓഫ് ആകുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അടുത്ത് അവരെ സെൽഫ് ഇൻട്രോ കൊടുക്കാൻ പറയുമ്പോൾ അവൾ വളരെ വിഷമത്തോടെ കണ്ണീരോടുകൂടി അവൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഈ കളർ കൊണ്ടാണ് എന്ന്. അപ്പോഴെങ്കിലും റിയാസിന് അവിടെ പറയാവുന്ന ഒരു കാര്യം, സോറി ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും, മീൻസ് ഞാൻ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചത് ശരിയല്ല എന്ന് ഓർത്തുകൊണ്ട് അവനവിടെ സോറി പറയാമായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ഹി ഷുഡ് സേ സോറി ടു ഹർ. അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നുള്ളതാണ്, ചെയ്യിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് ബിഗ് ബോസ് ടീമുകളോട് പറയാനുള്ളത്. സ്പെഷ്യലി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മോഹൻലാലിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റാത്ത മന്ദബുദ്ധികളെ ജഡ്ജസ് എന്ന നിലയിൽ അവിടെ കൊണ്ടിരുത്തുന്നത് ഒരു അപമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പക്വത കൂടുതൽ കാണിച്ചത് അഖിൽമാരാണ്. സാധാരണ വായാടിയും തോന്നിവാസം പറയുന്നത് അങ്ങേരാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അയാൾ മൗനമായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്കുപോലും അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ കളർ കൊണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരു പ്രമുഖ സിനിമാ നടനൊപ്പം അവൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പ്രൗഡ്ലി. അത് അഖിൽ മാരാർ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും നിനക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ കളർ കൊണ്ട് ഉണ്ടായിട്ടില്ലേ, സോ സന്തോഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്തും ഒരു മൈനസ് ടാഗ് ലൈൻ വരാനില്ല. പക്ഷേ നല്ല രീതിയിൽ, നല്ല വൃത്തികെട്ട രീതിയിലാണ് റിയാസ് അവളെ ബ്രൗൺ ഗേൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്തരത്തിൽ ബോധമില്ലാത്ത കഴുതകളായ കുറേ പേരെ കൊണ്ടുവന്ന് നിങ്ങൾ ജഡ്ജസ് പാനലിൽ ഇരുത്തുമ്പോൾ അവർ പറയുന്ന വിഡ്ഢിത്തം
ഇത് എടുത്തു വെച്ച് നമുക്ക് കാണിച്ചു തരാതിരിക്കാനുള്ള സാമാന്യ മര്യാദ ആ ക്രൂ മെമ്പേഴ്സ് കാണിക്കണമെന്നാണ് ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതൊക്കെ കണ്ടാൽ നമ്മൾ പ്രതികരിക്കും, അല്ലാണ്ട് പറഞ്ഞു പോകും. റേസിസം എന്ന് പറയുന്നത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ. ആൻഡ് ആ പെൺകുട്ടി ആ വിഷമം എടുത്തു പറയുന്നുമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ ഈ കളറിനെ പറ്റിയിട്ടാണ്. എൻ്റെ ഈ കളർ കൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വളരെ വേദനാപൂർവ്വം ആ പെൺകുട്ടി അവിടെ പറയുന്നുണ്ട്. ഉള്ളതിൽ വെച്ച് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത്. മോഡലിംഗ് ആണ് അവളുടെ പാഷൻ എന്ന് പറയുന്നുണ്ട്. കളർ ഡസൻ മാറ്റർ, അതൊരു വിഷയമേ അല്ല. പക്ഷേ ആ രീതിയിൽ ആ പെൺകുട്ടിയെ നോട്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളറ് എത്രത്തോളം വൾഗറായിട്ടാണ് അവൻ്റെ കണ്ണിൽ കണ്ടത്. അവൻ വെളുത്ത് തുളുതുളായിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അതിനിപ്പം അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. വെളുപിളായിരിക്കുന്നത് ഈ മെലനിൻ കൂടുതലുള്ളത് കൊണ്ടാണെന്നോ കുറവുള്ളത് കൊണ്ടാണെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. കളർ വെച്ചിട്ടല്ല ഒരു വ്യക്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയോ അളക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരാളോട് ബിഹേവ് ചെയ്യുന്ന രീതി വെച്ചിട്ടും അയാളുടെ അയാളുടെ സറൗണ്ടിങ്ങിലുള്ള മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് നമ്മളൊരു ഒരാളെ അനലൈസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളുടെ കളർ വെച്ചിട്ടല്ല. കളർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കളർ മാത്രമാണ്. സത്യത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം ഇത്തരം ബ്ലാക്കോ അല്ലെങ്കിൽ മെറൂണോ അല്ലെങ്കിൽ ഈ മെറൂണല്ല ബ്രൗണോ ഒക്കെ ഉള്ളവർ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും വൈറ്റ് പീപ്പിളിനേക്കാൾ കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു കുറവായിട്ട് പരിഗണിക്കപ്പെടുന്നത് നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം തന്നെ കളർ ബേസ്ഡ് ആണ്. അത് ബ്ലാക്ക് ആണെങ്കിൽ കളർ സുന്ദരി അല്ല എന്നാണ് പറയുന്നത്, വെളുപ്പാണെങ്കിൽ സൗന്ദര്യമുണ്ട് എന്നുള്ളത്. അത് പലരും ഇപ്പോഴും ആവർത്തിച്ചു പോകുന്നു. നമ്മൾ എപ്പോഴാണ് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ മാറ്റം ഉണ്ടാകണം. അല്ലാതെ നമ്മൾക്ക് പേപ്പർ വർക്കിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇവിടെ ഭരണഘടന വന്നിട്ട് എത്ര കാലമായി, ഇന്ന് വരെ അതിനകത്തുള്ള ഈ ഒരു സാധനം പോലും മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്, നമ്മുടെ ഇന്നർ മൈൻഡിൽ പോലും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പരാജയമല്ലേ. ഈ ഒരു വിഷയത്തിൽ ഇവനെതിരെ പരാതിയാണ് കൊടുക്കേണ്ടത്. ബട്ട് ഞാൻ ഇതൊരു ഇൻഫർമേഷനായിട്ട് പറയുന്നു. ആർക്കെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. പിന്നെ ബൈ ദ വേ നമ്മളുടെ ഗൈഡ് ലൈൻ ഇപ്പോൾ ജെമിനിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ജെമിനിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ജെമിനി ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. റിയാലിറ്റി ഷോകളിൽ ജഡ്ജസ് ആയിട്ടാണെങ്കിൽ പോലും തമാശ രൂപേണ വർണ്ണാധിക്ഷേപം നടത്തുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനെതിരെ പരാതിപ്പെടാൻ ശക്തമായ നിയമങ്ങളുണ്ട്. അതിൽ SC/ST ആക്ട്, BNS, വനിതാ കമ്മീഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റികൾ വഴി ഇതിനെതിരെ കർശനമായ നടപടി എടുക്കാമെന്നാണ് ഈ പറയുന്ന നമ്മുടെ ജെമിനി പോലും പറയുന്നത്. അപ്പോൾ ജെമിനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾ ഇതിനെതിരെ സംസാരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തനിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ബ്രൗൺ എന്നും കറുപ്പെന്നും വിളിക്കുന്നത് തെറ്റാണ്. അത് കറുപ്പെന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ബ്രൗൺ എന്ന് വിളിക്കുന്നത്. അവളുടെ കളർ വെച്ച് അവളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവളെ വിളിക്കേണ്ടിയിരുന്നില്ലായിരുന്നു. അത് ആ പെൺകുട്ടിക്ക് എത്രത്തോളം ഹേർട്ട്ഫുൾ ആയി എന്ന് അവൾ പറയാത്തിടത്തോളം നമുക്കറിയത്തില്ല. പക്ഷെ കണ്ടുകൊണ്ടിരുന്ന എനിക്കിത് പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100% തെറ്റായ ഒരു പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മന്ദബുദ്ധി വാഴകളെ കൊണ്ടുവന്ന് ജഡ്ജസായിട്ട് വെക്കാതിരിക്കുക. ഹീസ് എ ഫെയില്യൂർ. അവൻ ജയിച്ചൊരു വ്യക്തിയൊന്നും അല്ലല്ലോ. അതേപോലെ രഞ്ജിനി ഹരിദാസ്, ഹൂഷി, ഒച്ചത്തി പറയാനും പേപ്പട്ടി പോലെ കുരയ്ക്കാനും പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവളെയാണോ ജഡ്ജസ് ആക്കി വെച്ചിരിക്കുന്നത്. മറ്റവൻ പിന്നെയും ഒരു എലിജിബിലിറ്റി ഉണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും തുണി പൊക്കിയിട്ടാണല്ലോ അവൻ ജയിച്ചവനല്ലേ. അതുകൊണ്ട് അഖിൽമാരാർക്ക് ഒരു ചാൻസ് കൊടുക്കാം. ബട്ട് ദ അതർ ടു വെരി വേസ്റ്റ്, വെറുതെയാണ് അവരുള്ള അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഈ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഇത്തവണ ബഡ്ജറ്റ് ആയിരിക്കും, ആ രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കൂറകളെ കൊണ്ടുവച്ച് നടത്തണമെന്നുള്ളൊരു ഗതികേടിലായിരിക്കും ബിഗ് ബോസ് ഉള്ളത്. അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയത്തില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളൊക്കെ മരിച്ചു പോയില്ലേ, ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു വിഷയത്തിൽ റിയാസ് മാപ്പ് പറയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കും. സോറി, എനിക്കിതിവിടെ പ്ലേ ചെയ്യാനാകത്തില്ല. അവരുടെ ഒരു വിഷ്വലോ ഫോട്ടോയോ ഒന്നും ഞാനെടുത്ത് പബ്ലിഷ് ചെയ്തില്ല. ബിക്കോസ് ലാസ്റ്റ് ടൈം എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അവിടെ തന്നെ പോയി കാണുക. ഇനി അഥവാ എല്ലാവരും ഒക്കെ എടുത്ത് തുടങ്ങുമ്പോൾ മാത്രം ഞാൻ എടുത്ത് കാണിക്കുമെന്നതിനപ്പുറം തൽക്കാലം ചാനൽ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ഒരു ഇതിനും ഞാൻ നിൽക്കത്തില്ല. ബിക്കോസ് അറിയാമല്ലോ, മെജോറിറ്റി എൻ്റെ ശത്രുപക്ഷത്തുള്ളതെല്ലാം ബിഗ് ബോസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർ പണിയും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ വീഡിയോ ചെയ്യുന്നതിൽ അവർക്ക് എൻ്റെ മൂക്കി പിടിക്കാൻ ഒക്കത്തില്ല. ദാറ്റ് ഈസ് മൈ റൈറ്റ്സ്. സോ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബിഗ് ബോസ് വിചിന്തനം നടത്തേണ്ട ദിവസം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും, കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു, ജാസ്മിൻ ജാഫറും ചെയ്തു, ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഒരു ഗസ്റ്റർ കാണിച്ചതിൻ്റെ പേരിൽ സിവിനെ പിടിച്ച് പുറത്താക്കാൻ കഴിയുന്ന ബിഗ് ബോസ് ടീമിന് ഇത്രയും വൾഗറായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ റിയാസിനെ കൊണ്ട് മാപ്പ് പറയിക്കുക എന്നുള്ളത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞാനിവിടെ റിമൈൻഡ് ചെയ്യിക്കുന്നു. കണ്ടവർ
കണ്ടവരുണ്ടാവും, കേട്ടവരുണ്ടാകും. നിങ്ങൾ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഷോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയെ അത്രത്തോളം മോശമായിട്ടാണ് അവൻ വിളിക്കുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് കൂടെ ചേർത്തൊന്നും പറഞ്ഞുകൊണ്ടൊക്കത്തില്ല. അവൻ്റെ ഉള്ളിലുള്ള ആ വൃത്തികേടാണ് കൂടുതൽ അവൻ്റെ വായിൽ കൂടെ പുറത്തേക്ക് വന്നത്. പക്ഷെ ആളിന് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.